Hi friends, welcome back. Dear friends, do you think we are back to square one? We are back to square one. അത് ഇംഗ്ലീഷിലെ ഒരു ശൈലിയാണ്. അതായത് വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തിയത്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റെപ്പ് 31, സ്റ്റെപ്പ് 32 വീണ്ടും ബേസിക്സ് ഒന്നും കൂടി നമ്മൾ റിവിഷൻ ചെയ്യുകയാണ്. വീണ്ടും നമ്മളെന്താ കൂടുതൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ആ ഒരു ഐഡിയയോട് വീണ്ടും ആരംഭിക്കുകയാണ് നമ്മളുടെ പ്രാക്ടീസ് സെഷൻ. ഓക്കെ, അതിനിടയ്ക്ക് റിവിഷൻസ് വരുന്നുണ്ട്. മുമ്പ് ചെയ്ത വീഡിയോകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ എടുത്ത് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ 31, 32 ആ ഓർഡർ അതുപോലെ കീപ്പ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് കാണരുത്, അപ്പോൾ നിങ്ങൾക്കത് ശരിയായ ഒരു ഐഡിയ കിട്ടിയില്ല. അപ്പം ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസിൽ കിട്ടിക്കോളും. ഓക്കെ, അത് നിങ്ങളുടെ പ്രാക്ടീസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് സംസാരിക്കാം, പച്ചവെള്ളം പോലെ സംസാരിക്കാം, അങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങളൊന്നുമില്ല. അത് നമ്മുടെ പ്രാക്ടീസിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, നമ്മളൊരു ദിവസം എത്ര മണിക്കൂർ ഇംഗ്ലീഷിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളതിനും കൂടെ ഡിപ്പെൻഡ് ചെയ്യും നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, എനിവേ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നിങ്ങൾ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും കൂടെ ഉപകാരമായിട്ട് വരട്ടെ. ഓക്കെ, ദെൻ വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചെടുത്ത് തന്നെ തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി എന്നാണ്. ഓക്കെ, തുടങ്ങിയെടുത്ത് തന്നെ തിരിച്ചെത്തി. അതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അതൊരു പ്രോജക്റ്റ് ആയിക്കോട്ടെ, ഒരു എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വർക്ക് അത് എന്താ പറയുക, അത് ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കണം എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആരംഭിക്കുകയാണ്. ഓക്കെ, അതിനെയാണ് വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയുന്നത്. അതൊരു ഇഡിയമാണ് ഇംഗ്ലീഷിലെ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ. നമ്മൾ ഒന്നുകൂടി നമ്മുടെ പ്രാക്ടീസ് സെഷൻ വീണ്ടും ആരംഭിക്കുകയാണ്. 31, 32 തുടങ്ങിയിട്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 31-ൽ പ്രാക്ടീസ് ചെയ്തത് നമ്മൾ അല്ലേ, പരിചയമില്ലാത്ത 2 പേര് തമ്മിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഏജസ് അല്ലെങ്കിൽ അവരുടെ വയസ്സ് തമ്മിൽ എങ്ങനെ ഒന്നുകൂടി നമ്മൾക്ക് കൂടുതൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ ഒക്കെ വയസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് എങ്ങനെ പറയാം. അപ്പം ഞാനാണ് മൂത്തത്, അവനാണ് ഇളയത്, ഞാൻ നടുക്കത്തെ ആളാണ്, ഞാൻ രണ്ടാമത്തെ ആളാണ്, രണ്ടാമത്തെ കുട്ടിയാണ്. ഓക്കെ, ഇപ്പം എൻ്റെ കുട്ടിക്ക് 10 മാസം പ്രായമേ ഉള്ളൂ, എനിക്കൊരു പുതിയ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പറയണം. ഓക്കെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ വയസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് പറയാൻ നമുക്ക് പഠിക്കണം. ഓക്കെ, അവൻ എന്നെക്കാട്ടിലും മൂത്തതാണ്, ഇളയതാണ്, ഏറ്റവും ഇളയതാണ്. ക്ലിയർ? അപ്പോൾ നമ്മളുടെ പ്രായമായവരെ നമ്മൾ ബഹുമാനിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളതിൽ ഇംഗ്ലീഷിൽ പറയാൻ നിങ്ങൾ പ്രാപ്തരാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആ സെൻറ്റൻസുകൾ ഓരോന്നായിട്ട് പരിശോധിച്ച് നോക്കിയാലോ? ഗ്രേറ്റ്. ദെൻ നോക്കൂ, മീര ഈസ് 18 years ഓൾഡ്. മീര ഈസ് 18 years ഓൾഡ്. മീരയുടെ വയസ്സ് എത്രയാണ്? 18 അല്ലേ? 18 years ഓൾഡ്. താര ഈസ് 20 years ഓൾഡ്. താരയ്ക്ക് എത്ര വയസ്സുണ്ട്? താര ഈസ് 20 years ഓൾഡ്. ഇനി നമ്മൾ അവരുടെ വയസ്സുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് പറയണം. ഓക്കെ, ഇത് പറയാൻ നമുക്കറിയാം. ഈ 2 സെൻറ്റൻസുകൾ നമുക്ക് പറയാൻ അറിയാം. ഐ ആം 32 years ഓൾഡ്, ഐ ആം 35 years ഓൾഡ്. അതേപോലെ ഈ 2 സെൻറ്റൻസുകൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അവരുടെ വയസ്സുകൾ തമ്മിൽ അപ്പോൾ മീര പറയാണ്, താര ഈസ് മൈ ഓൾഡർ സിസ്റ്റർ, താര ഈസ് മൈ എൽഡർ സിസ്റ്റർ. ഒരേ ബ്ലഡ് റിലേഷൻ ഉള്ളതാണെങ്കിൽ, അവർ സിസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ എൽഡർ ആണ് കൂടുതൽ. നമുക്ക് PSC എക്സാമിനൊക്കെ നമുക്ക് അവർ കൂടുതലും നമ്മൾ ഈ എൽഡറിനാണ് കൂടുതൽ കറക്റ്റായ ആൻസർ എന്ന് പറയാം. ഓക്കെ, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഓൾഡർ സിസ്റ്റർ, എൽഡർ സിസ്റ്റർ വലിയ പ്രശ്നമില്ല. അവിടെ ഓൾഡർ ഉപയോഗിച്ചാലും എൽഡർ ഉപയോഗിച്ചാലും പ്രശ്നമില്ല. ഓക്കെ, ഒരു എക്സാം ഒക്കെ എഴുതുമ്പോൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ അവർ ഒരേ ബ്ലഡ് റിലേഷൻ, അവർ സിസ്റ്റേഴ്സ് ആണെങ്കിൽ താര ഈസ് മൈ എൽഡർ സിസ്റ്റർ, അതാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ മീര പറയണ താര ഈസ് മൈ ഓൾഡർ സിസ്റ്റർ. അപ്പോൾ ഓൾഡർ സിസ്റ്റർ എന്ന് പറയുമ്പോൾ ചേച്ചി, മൂത്തത് എന്നുള്ള അർത്ഥത്തിൽ വന്നു. ക്ലിയർ? അതുപോലെ എൽഡർ സിസ്റ്റർ എന്നും പറയാം. ക്ലിയർ? അപ്പോൾ മീരയുടെ 18 ആണ്, താര 20 ആണ് താരയുടെ വയസ്സ്.
ഓക്കെ, 20 വയസ്സ്. അപ്പോൾ മീര പറയാണ് താര ഈസ് മൈ ഓൾഡർ സിസ്റ്റർ ഓർ എൽഡർ സിസ്റ്റർ. ക്ലിയർ? ദെൻ രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേര് തമ്മിൽ കമ്പയർ ചെയ്ത് പറയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ താര ഈസ് ഓൾഡർ ദാൻ മീര. ഇനി നമ്മൾ പൊതുവെ വേറൊരു സെന്റൻസ് അതിൽ നിന്ന് ഉണ്ടാക്കുകയാണ്. താര ഈസ് ഓൾഡർ ദാൻ മീര. മീരയേക്കാൾ വയസ്സ് കൂടുതലാണ് അല്ലേ? ഇപ്പൊ താര ഈസ് ഓൾഡർ ദാൻ മീര. ക്ലിയർ? പിന്നെ ശ്രദ്ധിക്കേണ്ടത് താര ഈസ് എൽഡർ ദാൻ മീര എന്ന് പറയില്ല. ഇംഗ്ലീഷിലെ നിയമപ്രകാരം, ഗ്രാമർ റൂൾ പ്രകാരം എൽഡർ ദാൻ എന്ന് ഒരിക്കലും പറയില്ല. അപ്പൊ എൽഡർ കഴിഞ്ഞിട്ട് ഒരു നൗൺ വരണം. അപ്പൊ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്, ഒരു നാമമാണ്. ക്ലിയർ? അതുകൊണ്ട് താര ഈസ് മൈ എൽഡർ സിസ്റ്റർ എന്ന് പറയാം. കാരണം എൽഡറിന് ശേഷം എന്ത് വന്നു? ഒരു നൗൺ വന്നു. ക്ലിയർ? അപ്പോൾ ഈ എൽഡറിന് ശേഷം ദാൻ വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇൻറ്റു മാർക്ക് ഇട്ടത്. തെറ്റാണെന്ന് കുറേ പ്രാവശ്യം കാണിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ താര ഈസ് എൽഡർ ദാൻ മീര എന്ന് പറയാൻ പാടില്ല. ദാറ്റ് ഈസ് റോങ്. അവിടെ ശ്രദ്ധിക്കണം, തെറ്റാണത്. ഓക്കെ, പക്ഷേ ഈ സെൻറ്റൻസ് കറക്റ്റാണ് മേലത്തത്. ക്ലിയർ? അപ്പോൾ ഈ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഈസ് താര ഓൾഡർ ദാൻ മീര? ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കൂ. ഈസ് ആദ്യം എടുത്തു കൊടുത്താൽ മതി. ഈസ് താര ഓൾഡർ ദാൻ മീര? നിങ്ങൾ ആൻസർ ചെയ്യൂ. വെരി ഗുഡ്. താര ഈസ് ഓൾഡർ ദാൻ മീര. ഇനി താര മീരയേക്കാൾ ഓൾഡർ അല്ല എന്ന് പറയണമെങ്കിൽ ഈ ഈസിന് ശേഷം നോട്ട് കൊടുത്താൽ മതി. താര ഈസ് നോട്ട് ഓൾഡർ ദാൻ മീര. നെഗറ്റീവ് ആക്കി. അപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ ഈസ് താര ഓൾഡർ ദാൻ മീര. ക്ലിയർ? ഓക്കെ. ദെൻ മീര പറയാണ് താര ഈസ് മൈ എൽഡർ സിസ്റ്റർ. മൂത്ത ചേച്ചി അല്ലെങ്കിൽ എൻ്റെ ചേച്ചി. ചേച്ചി എന്ന് പറഞ്ഞാൽ തന്നെ മൂത്ത ആളാണ്. ഓക്കെ, താര ഈസ് മൈ എൽഡർ സിസ്റ്റർ. ഓക്കെ. ദെൻ അടുത്തത് മീര ഈസ് യങ്ങർ ദാൻ താര. നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെ പറയാമെന്ന് ആലോചിച്ചാൽ മതി. മീര ഇളയതാണ് ആരെ? താരയേക്കാൾ. മീര ഈസ് യങ്ങർ, ഇളയതാവുന്നു. മീര ആകുന്നു യങ്ങർ. മീര ഈസ് യങ്ങർ ദാൻ താര, താരയേക്കാൾ. ക്ലിയർ? അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. മീര ഈസ് യങ്ങർ ദാൻ താര. മനസ്സിലാവുന്നല്ലോ? ഈസ് മീര യങ്ങർ ദാൻ താര? ഈസ് മീര യങ്ങർ ദാൻ താര നമ്മൾ അങ്ങനെ സാധാരണ ചോദിക്കാറില്ലേ? അവളേക്കാൾ ഇളയതാണോ? അമ്പിളി അഞ്ജനയേക്കാൾ ഇളയതാണോ? അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണ്ടേ? അപ്പോൾ അങ്ങനെ ചോദിക്കണം. ഈസ് അമ്പിളി യങ്ങർ ദാൻ അഞ്ജന? യെസ്, അമ്പിളി ഈസ് യങ്ങർ ദാൻ അഞ്ജന. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോയിൽ നിന്ന് ഒരു സെൻറ്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം പഠിച്ചു വെക്കരുത്. അതിൻ്റെ പല രൂപങ്ങൾ നിങ്ങൾ ആലോചിക്കണം. അതിൻ്റെ നെഗറ്റീവ്, അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. ദെൻ ഐ ആം, താര പറയണം ഐ ആം 6 years ഓൾഡർ ദാൻ യു. ഇതുമായിട്ട് കമ്പയർ ചെയ്യണ്ട കേട്ടോ. ഇത് ഞാൻ വെറുതെ ഒരു സെൻറ്റൻസ് എഴുതിയതാണ്. ക്ലിയർ? ഐ ആം 6 years ഓൾഡർ ദാൻ യു. അതിൻ്റെ അർത്ഥം എന്താ? ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താ? ഐ ആം 6 years ഓൾഡർ ദാൻ യു. ഞാൻ ആകുന്നു 6 വയസ്സ് മൂത്തത് നിന്നേക്കാൾ. ക്ലിയർ? അപ്പോൾ ഞാൻ നിങ്ങളെക്കാൾ 6 വയസ്സ് മൂത്തതാണ്. ഐ ആം 6 years ഓൾഡർ ദാൻ യു. ഓൾഡർ ദാൻ യു നിങ്ങളെക്കാൾ. ക്ലിയർ? ഇനി അവൻ എന്നേക്കാൾ 6 വയസ്സ് മൂത്തതാണ്. അതെങ്ങനെയാ പറയാം? അവൻ. അപ്പോൾ ഹി ഈസ് മൂത്തതാകുന്നു. ഹി ഈസ്. ആ ഈസിൻ്റെ ഉപയോഗം പഠിക്കണം. ഓക്കെ, അപ്പോൾ ഐ വരുമ്പോഴാണ് ആം. ഹി വരുമ്പോൾ നമ്മൾ കൂടെ ഹി എഴുതി കൊടുക്കണം എന്ന് ചോദിച്ചോളൂ. ഹി വരുമ്പോൾ ഈസ് 6 years ഓൾഡർ ദാൻ, ഇത് തന്നെ പറയാം, ഓൾഡർ ദാൻ മീ, എന്നേക്കാൾ. ഓൾഡർ ദാൻ മീ. ക്ലിയർ? എന്നേക്കാൾ. ഓക്കെ, അപ്പോൾ ഹി ഈസ് 6 years ഓൾഡർ ദാൻ മീ. അവൻ എന്നേക്കാൾ 6 വയസ്സ് മൂത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നമുക്ക് കോൺവെർസേഷൻ വരുമ്പോൾ ഇതൊക്കെ കിട്ടുള്ളൂ. ഇതൊക്കെ ആവശ്യത്തിന് എടുത്ത് പ്രയോഗിക്കണമല്ലോ. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളൊക്കെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഓക്കെ. ദെൻ അടുത്ത വേറൊരു സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് ആൻ ഓൾഡർ സിസ്റ്റർ. ഒന്നുകിൽ ഓൾഡർ ഉപയോഗിക്കാം അല്ലെങ്കിൽ എൽഡർ ഉപയോഗിക്കാം. ഓക്കെ, ഇത് രണ്ടും ഉപയോഗിക്കാം. ഒരേ ബ്ലഡ് റിലേഷൻ ആകുമ്പോൾ എൽഡർ എടുക്കുക. ഓക്കെ, ഇപ്പം നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൾഡർ ഉപയോഗിക്കാം. ഓക്കെ, എൽഡർ ഉപയോഗിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല സ്പോക്കൺ ഇംഗ്ലീഷിൽ. ഓക്കെ, എന്നാലും അത് ഓർത്ത് വെക്കുക. ഓക്കെ, ഇപ്പം രാജുവും രമയും അവർ ഫ്രണ്ട്സ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഓൾഡർ ഉപയോഗിക്കാം. അപ്പം രാജു ഈസ് 6 years
ഓൾഡർ ദാൻ രമ, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ദെൻ ഐ ഹാവ് ആൻ ഓൾഡർ സിസ്റ്റർ, ഐ ഹാവ് ആൻ എൽഡർ സിസ്റ്റർ. ക്ലിയർ, മൂത്ത സിസ്റ്റർ. ഓക്കെ, മൂത്ത ആളാണെന്നുള്ള അർത്ഥത്തിൽ ചേച്ചി. ക്ലിയർ, ഐ ഹാവ് ആൻ ഓൾഡർ സിസ്റ്റർ ഓർ ഐ ഹാവ് ആൻ എൽഡർ സിസ്റ്റർ. ഇതാണ് കൂടുതൽ ബെറ്റർ. ക്ലിയർ. ദെൻ ജോൺ ഈസ് ഓൾഡർ ദാൻ സാം ബൈ 3 years. ഇനി വേറൊരു രീതി നോക്കൂ. ഇവിടെ ഈ മോഡലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു രീതി നോക്കൂ. ജോൺ ഈസ് ഓൾഡർ ദാൻ സാം. ജോൺ ആകുന്നു മൂത്തത് ആരേക്കാൾ? സാമിനേക്കാൾ. ജോൺ ഈസ് ഓൾഡർ ദാൻ സാം. സാമിനേക്കാൾ മൂത്തതാണ് ആര്? ജോൺ. എത്ര വയസ്സിന്? ബൈ 3 years. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തു. ബൈ 3 years. ഓക്കെ, 3 വയസ്സിന് മൂത്തതാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അവൻ എന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ്. എങ്ങനെ പറയും? ഹീസ് ഓൾഡർ ദാൻ മീ ബൈ 3 years. ക്ലിയർ, ഹീ ഈസ് ഓൾഡർ ദാൻ മീ ബൈ 3 years. അവൻ എന്നേക്കാൾ 3 വയസ്സ് മൂത്തതാണ്. ഓൾഡർ ദാൻ കൊടുക്കുമ്പോൾ എപ്പോഴും ഓൾഡർ തന്നെ യൂസ് ചെയ്യാം, എൽഡർ വിടുക. ഹീ ഈസ് ഓൾഡർ ദാൻ മീ ബൈ 3 years. ക്ലിയർ. അപ്പം അങ്ങനെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോവുക. ജോൺ ഈസ് ദ ഓൾഡസ്റ്റ് ഓഫ് അവർ ചിൽഡ്രൻ. ഞങ്ങളുടെ കുട്ടികളിൽ ജോൺ ആണ് ഏറ്റവും മൂത്തത്. അപ്പോൾ ദ ഓൾഡസ്റ്റ്, ഏറ്റവും മൂത്തതെന്ന് വന്നു. 2 പേരല്ല, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും മൂത്തത് ജോൺ ഈസ് ദ ഓൾഡസ്റ്റ് ഓഫ് അവർ ചിൽഡ്രൻ. ക്ലിയർ. ഇനി അവിടെ എൽഡസ്റ്റ് ആണ് കുറച്ചുകൂടി ബെറ്റർ. ജോൺ ഈസ് ദ എൽഡസ്റ്റ് ഓഫ് അവർ ചിൽഡ്രൻ. നൗ അടുത്ത് നോക്കൂ. വി ഹാവ് എ ന്യൂ ബോൺ സൺ. അപ്പോൾ നമുക്ക് വയസ്സായിട്ടില്ല, ഇപ്പോൾ ജനിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയണം വി ഹാവ് എ ന്യൂ ബോൺ സൺ. അപ്പോൾ അവിടെ ഹാവ് ആണ് യൂസ് ചെയ്തത് അല്ലേ. ഞങ്ങൾക്ക് ഉണ്ട്. വി ഹാവ് എ ന്യൂ ബോൺ സൺ. ക്ലിയർ. ഇപ്പോൾ ക്ലിയർ അല്ലേ? ദെൻ ഇനി നമുക്കൊരു 3 മാസം പ്രായമായ കുട്ടി ഉണ്ടെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ അവന് 3 മാസം മാത്രമേ പ്രായമുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അവന് 3 മാസം. ഇപ്പം നമ്മൾ വയസ്സ് 2 years ഓൾഡ്, 3 years ഓൾഡ് അങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ 3 months വീക്സും കൂടെ ഒന്ന് പരിചയപ്പെടുക. ഹീ ഈസ് ജസ്റ്റ് 3 months ഓൾഡ്. 3 മാസം മാത്രമേ പ്രായമുള്ളൂ. ഹീ ഈസ് ജസ്റ്റ് 3 months ഓൾഡ്. അപ്പോൾ ഈസിൻ്റെ ഉപയോഗം നോക്കണം. ഹീ ഈസ് ജസ്റ്റ്, അവനാകുന്നു എന്ത്? ജസ്റ്റ് 3 months, 3 മാസം മാത്രമേ പ്രായമുള്ളൂ. ഓക്കെ, ദെൻ ജസ്റ്റ് 3 weeks. അപ്പോൾ 10 മാസം, ജസ്റ്റ് 10 months ഓൾഡ്. ആ ഓൾഡ് അവിടെ കൊടുത്താൽ മതി. ക്ലിയർ. അപ്പോൾ 10 years ഓൾഡ് എന്ന് പറയുമ്പോൾ 10 വയസ്സാണ്, 10 വർഷം. ഓക്കെ, 10 years. പക്ഷെ 10 മാസമാണെങ്കിൽ 10 months ഓൾഡ്. ക്ലിയർ അല്ലേ? ഓക്കെ. ഈസ് ഹി ജസ്റ്റ് 3 months ഓൾഡ്? ക്വസ്റ്റ്യൻ, ഈസ് ഹി ജസ്റ്റ് 3 months ഓൾഡ്? യെസ്, ഹി ഈസ് ജസ്റ്റ് 3 months ഓൾഡ്. ക്ലിയർ. ഓക്കെ, ദെൻ ഇനി നമ്മൾ നിങ്ങളോട് ചോദിക്കാനാണ്, നിങ്ങൾ ഫാമിലിയിൽ എത്രാമത്തെ ആളാണ്? ഓക്കെ, ക്ലിയർ. വേർ ആർ യു ഇൻ ദ ഫാമിലി ഓർ വാട്ട് പൊസിഷൻ ആർ യു ഇൻ ദ ഫാമിലി? ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ ഇംഗ്ലീഷിൽ ഇത് നിങ്ങൾ എത്രാമത്തെ കുട്ടിയാണ് എന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അവിടെ ഒരു ഇതില്ല. നമ്മൾ മലയാളത്തിലാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പിണറായി വിജയൻ കേരളത്തിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്? ക്ലിയർ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മലയാളികൾ അതിനെ പറയാം. ഫോർ എക്സാമ്പിൾ, വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് ഓഫ് പിണറായി വിജയൻ എമംഗ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് കേരള? Okay, what is the ordinal status of Pinarayi Vijayan among the chief ministers of Kerala? Clear. Or what is the chronological order? അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക. അങ്ങനെ വളഞ്ഞ് ചോദിക്കും നമ്മൾ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ എത്രാമത്തെ ആളാണെന്ന് ചോദിക്കണം. അപ്പം അതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് വേർ ആർ യു ഇൻ ദ ഫാമിലി എന്ന് എളുപ്പത്തിൽ ചോദിക്കാം. വേർ ആർ യു ഇൻ ദ ഫാമിലി? ഓർ യു ക്യാൻ സേ ഐ ആം ദ ഓൺലി ചൈൽഡ്. ഞാൻ ഒരു കുട്ടിയേ ഉള്ളൂ. ഓർ ഐ ആം ദ സെക്കൻഡ് വൺ. ക്ലിയർ. ഓർ ഐ ആം ദ മിഡിൽ ചൈൽഡ്. ഞാനാണ് നടുക്കത്തെ ആൾ. ഓക്കെ. ഓർ ഐ ആം ദ യങ്ങസ്റ്റ്. ഐ ആം ദ ഓൾഡസ്റ്റ്. ഇതെല്ലാം പല രീതിയിലുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുക, അത് കേട്ട് പ്രാക്ടീസ് ചെയ്യാം. ക്ലിയർ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാം. ആൻഡ് ക്ലിയർ അല്ലേ ഇത്? ഇനി നമ്മൾ പിന്നെ നമുക്കൊരു സംശയം വരുന്ന ഒരു വീടാണ് എൽഡേഴ്സും എൽഡർലിയും. അപ്പോൾ എൽഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും സീനിയർ സിറ്റിസൺസ് എന്നുള്ള അർത്ഥത്തിലാണ് എൽഡേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ വരിക. സീനിയർ സിറ്റിസൺസ്, പ്രായമായവർ. ഓക്കെ, എൽഡർലി. ഫോർ എക്സാമ്പിൾ നോക്കൂ, ഓൾവേസ് റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ്. നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ടല്ലേ, നമ്മളുടെ പേരൻസ് പറഞ്ഞു തരുന്നതാണത്. ഓൾവേസ് നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, ഓൾവേസ് റെസ്പെക്റ്റ് യുവർ എൽഡേഴ്സ്.
ഓൾവേസ് റെസ്പെക്ട് യുവർ എൽഡേഴ്സ്. നിങ്ങളുടെ മൂത്തവരെ, പ്രായമായവരെ ബഹുമാനിക്കണം. ഓക്കെ, സോ നെക്സ്റ്റ്, ദ എൽഡേഴ്സ് ആർ റെസ്പെക്റ്റഡ് ഇൻ അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഫാമിലിയിൽ എന്താ, എൽഡേഴ്സിനെ ബഹുമാനിക്കാറുണ്ട്. ഓക്കെ, എൽഡേഴ്സ് ആർ റെസ്പെക്റ്റഡ്, അവരെ ബഹുമാനിക്കാറുണ്ട്, പ്രായമായവരെ. ഓക്കെ, പ്രായമായവരെ എന്നുള്ളതാണ്. നോ, അവർ എൽഡേഴ്സ് ആർ ഫുൾ ഓഫ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് കൂടുതൽ അറിവ്, അല്ലേ? വെറുതെ ഒരുപാട് നോളജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വിസ്ഡം നമുക്ക് വേണം, അല്ലേ? വേണ്ടടുത്ത്, വേണ്ട സമയത്ത് വേണ്ട പോലെ പ്രവർത്തിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള കഴിവ്. ക്ലിയർ? അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഗെയിൻ ചെയ്യുന്നതാണ്, അല്ലേ, വിസ്ഡം. ഓക്കെ, എല്ലാ അറിവുള്ളവർക്കും എന്താ ഒരുപാട് ഡിഗ്രികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വിസ്ഡം ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ പ്രായമായവർക്ക് അവരുടെ പ്രായം കൂടുന്തോറും അവർക്ക് വിസ്ഡം, അവരുടെ നോളജ് ആൻഡ് വിസ്ഡം അത് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ഓക്കെ, ദെൻ അവർ എൽഡേഴ്സ് ആർ ഫുൾ ഓഫ് വിസ്ഡം. അവർ എൽഡേഴ്സ് ആർ, ഇവിടെ മീസാമാറിൻ്റെ ഒരു സെൻറ്റൻസ് കിട്ടി. അവർ എൽഡേഴ്സ് ആർ ഫുൾ ഓഫ് വിസ്ഡംസ്. ആർ അവർ എൽഡേഴ്സ് ഫുൾ ഓഫ് വിസ്ഡം? യെസ്, അവർ എൽഡേഴ്സ് ആർ ഫുൾ ഓഫ് വിസ്ഡം. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ഇനി എൽഡർലി എന്ന് പറഞ്ഞാൽ പ്രായമായ, എൽഡർലി പ്രായമായ, പ്രായം ചെന്ന എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഷീ ഈസ് എൽഡർലി, അവളെ വിശേഷിപ്പിക്കുന്നതാണ്, അഡ്ജക്റ്റീവായിട്ടാണ് അവിടെ യൂസ് ചെയ്യുക. ഷീ ഈസ് എൽഡർലി, പ്രായം ചെന്ന ഒരു സ്ത്രീയാണ് അവർ. ഓക്കെ, ഷീ ഈസ് എൽഡർലി ആൻഡ് പ്രിഫേഴ്സ് എ ക്വയറ്റ് ലൈഫ്. ഒരു ശാന്തമായ ലൈഫാണ് അവർ പ്രിഫർ ചെയ്യുന്നത്, അവർ ആഗ്രഹിക്കുന്നത്, അവർ ഇഷ്ടപ്പെടുന്നത്. ഓക്കെ, പ്രിഫേഴ്സ്, ഷീ പ്രിഫേഴ്സ് എ ക്വയറ്റ് ലൈഫ്. ഓക്കെ, ശാന്തമായ ലൈഫ്. ഷീ ഈസ് എൽഡർലി. വൈ ഡസ് ഷീ പ്രിഫർ ക്വയറ്റ് ലൈഫ്? ഷീ ഈസ് എൽഡർലി, therefore she prefers a quiet life. Clear? Then the elderly are in need of care. They are in need of care എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് കെയർ, സംരക്ഷണം അത്യാവശ്യമാണ്. ഓക്കെ, നീഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണണേ. ഓക്കെ, ദ എൽഡർലി പ്രായം ചെന്നവർ ആർ ഇൻ നീഡ് ഓഫ് കെയർ, സംരക്ഷണം അവർക്ക് ആവശ്യമാകുന്നു. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എൽഡർലി, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ സീനിയർ സിറ്റിസൺ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, പ്രായം ചെന്നവർ. മനസ്സിലായി? അപ്പോൾ അതും ഉപയോഗിക്കാൻ പഠിക്കുക. പിന്നെ ഒരു കാര്യം, ഓൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെ ഓൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഓൾഡറിൻ്റെ പ്രത്യേകത, ഓൾഡറും എൽഡറും തമ്മിലുള്ള വ്യത്യാസം. ഓൾഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ മനുഷ്യന്മാരല്ല, എന്താ ഒബ്ജക്റ്റുകളെ, ഇപ്പോൾ ടേബിള് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, അവരൊക്കെ കമ്പയർ ചെയ്യാൻ നമ്മൾ ഓൾഡർ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, ആ ബിൽഡിംഗ് ആണ് സിറ്റിയിലെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണത്. എങ്ങനെ പറയും? അപ്പം നമ്മളൊരു ബിൽഡിംഗ് ചൂണ്ടിക്കാണിച്ച് പറയാണ്, അത് സിറ്റിയിലെ ഏറ്റവും പഴയ ബിൽഡിംഗ് ആണ്. ഓക്കെ, എന്നാൽ ട്രൈ ചെയ്യൂ. വെരി ഗുഡ്. ദാറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ബിൽഡിംഗ് ഇൻ അവർ ടൗൺ ഓർ ഇൻ അവർ സിറ്റി. അപ്പോൾ ഓൾഡസ്റ്റ് ബിൽഡിംഗ്. ക്ലിയർ? ആൻഡ് രണ്ട് കാറുകൾ, ദാറ്റ് കാർ ഈസ് ഓൾഡർ ദാൻ ദിസ് വൺ, ഇതിനെക്കാട്ടിലും പഴയതാണ് അത്. മനസ്സിലായി? രണ്ടെണ്ണം തമ്മിൽ കമ്പയർ ചെയ്യും. ക്ലിയർ? ആൻഡ് ഹീ ഈസ് വെരി ഓൾഡ്, നമ്മളിവിടെ കമ്പാരിസൺ ഒന്നും പോകുന്നില്ല, വെറുതെ ഒരാളെ നോക്കി പറയണം. ഹീ ഈസ് വെരി ഓൾഡ്, ഷീ ഈസ് വെരി ഓൾഡ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ കുറച്ച് പേരുടെ പേരെഴുതുക. ഫസ്റ്റ് കോളത്തിൽ പേരെഴുതുക, സെക്കൻഡ് കോളത്തിൽ അവരുടെ വയസ്സ് എഴുതുക. എന്നിട്ട് ഈ സെൻറ്റൻസുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ മോഡൽ സെൻറ്റൻസുകൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക. അവരുടെ വയസ്സുകൾ തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.